ലക്ഷ്മി എന്റെ അയൺ ചെയ്ത ഷർട്ട് എവിടെ? ഇനി എന്തിനാ ഷർട്ട് അയൺ ചെയ്യുന്നത്? ഇവിടെ ആരും കല്യാണത്തിന് പോകുന്നില്ല. കല്യാണത്തിന് പോണില്ലെന്നാ? എന്താ? ഇവിടെ എന്റെ അമ്മയെ തള്ളി താഴെയിട്ട് കാൽ വിളിക്കുക അമ്മയുടെ. എന്താ സുരഭി പ്രശ്നം? അണ്ണ അത് പിന്നെ അയ്യോ ഇച്ചിരൂടെ സോഫ്റ്റ് ആയിട്ട് ചോദിക്കും. മോളെ സുരഭി എന്താ പ്രശ്നം? അവൾ ഉത്തരം പറഞ്ഞു തരും. നിങ്ങളുടെ അമ്മയ്ക്കാണ് ഇത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയായിരിക്കും നിൽക്കുക. ഒന്ന് നിർത്ത ലക്ഷ്മി. സുരഭി, നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് ഇങ്ങനെയൊന്നല്ല തീർക്കേണ്ടത്. നിന്റെ അമ്മയുടെ ഇങ്ങനെ വീട് നടക്കണമെങ്കിൽ നീ ഇങ്ങനെ ചെയ്യൂ? അങ്ങനെ പറഞ്ഞോനെ. ഇവിടെ മനുഷ്യർ അല്പം മനസ്സമാധാനം തരണം. രാവിലെ ആകുമ്പോ തുടങ്ങിക്കോളും. അയ്യോ അമ്മ ബാ നമുക്ക് റൂമിലോട്ട് ഇരിക്കാം. ഇല്ല, എനിക്ക് നീ സ്പ്രേ എടുത്തോണ്ട് വലിക്ക. ഭയങ്കര വേദന. ഞാൻ എടുത്തിട്ട് വരാം. ശബരിമലയിൽ തങ്ക സൂര്യോദയം ശ്രീ. എന്താണ് സുരഭി ഇത് കണ്ട? ചാരം. പണ്ടുള്ള ആൾക്കാർ ചാരം ഇട്ടിട്ടാണ് ഈ പാത്രങ്ങളെല്ലാം കഴുകിക്കൊണ്ടിരുന്നത്. ബോർഡ് കൊള്ളാന്നിരിക്കും, തുടാന്നിരിക്കും, അറിയാമോ? പിന്നെ നമുക്കൊരു ബിസിനസ് അങ്ങ് തുടങ്ങിയാലാ. ഇതിനെ കുഞ്ഞ് പ്ലാസ്റ്റിക് കവറിനകത്താക്കി ചന്ത കൊണ്ടുപോയി വിൽക്കാം. നല്ല പൈസ കിട്ടൂന്ന്. എന്ത് പറ്റി സുരഭി? ഒന്നുമില്ല അണ്ണ. എന്തോ ഉണ്ടല്ലോ. ഞാനിപ്പൊ ഈ വീട്ടിലൊരു അധിക പറ്റായ പോലെ തോന്നണ. അയ്യോ, അതെങ്ങനെ തോന്നേ? എനിക്കിപ്പോ സ്വന്തം എന്ന് പറയാൻ വീട്ടിൽ ആരും ഇല്ലല്ല. സ്വന്തം എന്ന് പറയാൻ ഞങ്ങൾ എല്ലാരും ഇല്ലേ? അതെങ്ങനെ? അത് പ്രതീക്ഷ കുഞ്ഞു കൂടെ ഇല്ലാഞ്ഞിട്ട് തോന്നുന്നതാണ്. അല്ല അണ്ണ, ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ നിക്കുമ്പോഴേ അണ്ണൻ ചിലപ്പോഴൊക്കെ പറയാറില്ലേ വലിഞ്ഞു കയറി വന്നായിരുന്നു. അതുപോലെ എനിക്കും തോന്നുന്നുണ്ട്. അയ്യോ, എന്റെ അമ്മയുടെ അമ്മൂമ്മയുടെ ഞാൻ തമാശക്ക് പറയുന്നതാണ് അതൊക്കെ. തമാശക്കാണെങ്കിൽ അത് സത്യമാണെണ്ണ. ഇപ്പൊ സത്യമായി തുടങ്ങിയതൊക്കെ. അതിനിപ്പോ എന്ത് പറ്റി ഇപ്പം? ഞാൻ എന്റെ വീട്ടിൽ പോകണ. ഞാൻ ഇവിടെ നിക്കണില്ല. സുരഭി പോയ എന്റെ കൊച്ചമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. കഷ്ടമായി പോകും. സുരഭിക്ക് അറിയാമോ, സുരഭി ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ലക്ഷ്മി കുഞ്ഞു ഒന്ന് തിരിഞ്ഞു പോലും നോക്കൂല. കൊച്ചമ്മ വിളിച്ചാ വിളി കേൾക്കൂല, അടുക്കളയിൽ കയറൂല. പക്ഷെ കൊച്ചമ്മയ്ക്ക് എന്ത് വിഷമാവും അറിയാമോ? അങ്ങനെ വിചാരിച്ചളായിരുന്നേ, അങ്ങനെ തീരുമാനം എടുത്തളായിരുന്നു. എന്റെ പൊന്നല്ലേ, ഒരു കുഴപ്പമില്ല കേട്ടാ, അതൊക്കെ മാറും. എന്ത് കാര്യം? എന്ത് ഓ ഒരു ഗ്ലാസ് വെള്ളം ഇതാ പറഞ്ഞ. കൈ ഒഴിഞ്ഞില്ല കൊച്ചമ്മ, അതുകൊണ്ടാണ്. എടാ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ജഗ്ഗിൽ കുറച്ച് വെള്ളം ഇവിടെ കൊണ്ടുവെക്കുക, അത് ഞാൻ എടുത്ത് കുടിക്കൂലേ? അല്ല, ജഗ്ഗിൽ വെള്ളം വെച്ചിരുന്നാലും എടുത്തു തരാൻ ഞാൻ തന്നെ പറഞ്ഞല്ലോ. ഓ, അത് ശരി. അത്രയ്ക്ക് നീ എന്നെ അങ്ങോട്ട് ഒരു രോഗിയാക്കരുത്. അത്യാവശ്യം ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ എനിക്ക് പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണണം. അടുക്കള വന്ന് കൊച്ചമ്മ വെള്ളം എടുത്ത് കുടിക്കണം. അടുക്കള വരെ വന്ന് കൊച്ചമ്മ വെള്ളം എടുത്ത് കുടിക്കണം. അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് പോലെ ഒരാളെ വെക്കാം. വെള്ളം എടുത്തു തരാനാ? അല്ല, എല്ലാ കാര്യങ്ങളും പറയാതെ നോക്കിക്കണ്ട് ചെയ്യുന്ന ഒരാളെ വെക്കാം. എന്താ ഒരു തമാശ പറഞ്ഞു ഒന്നെ കയറി സീരിയസ് ആവേണ്ട വല്ല കാര്യം തമാശ ആയിരുന്നോ? അപ്പൊ പറയാത്ത നീ ഒരു കാര്യം ചെയ്യണം. എന്തെങ്കിലും പറയുമ്പോഴേ തമാശ ആണെങ്കിൽ കൊച്ചമ്മ ഞാനൊരു തമാശ പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ ഞാനിവിടെ ചേരാം. ഇനി തമാശ അല്ലാത്തൊരു സീരിയസ് കാര്യം പറയട്ടെ. എന്താണ്? അതായത് സുരഭി അടുക്കള വന്ന് നിന്ന് കരയുന്നു. അതായത് ഞാൻ ഇവിടുന്ന് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അധിക പറ്റാണോ എന്നൊക്കെ ചോദിച്ച് കരയുന്നു. കാര്യം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അയ്യോടാ, എന്തുവാ കാര്യം? ഒന്നും പറഞ്ഞില്ല. നീ അവളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഞാൻ വിളിക്കുന്നെന്ന് പറ. ഓ, അധിക പറ്റാണെന്നോ? അങ്ങനൊക്കെ തോന്നാനുള്ള കാര്യം എന്തോ? അയ്യോ, കഷ്ടം തന്നെ ദൈവമേ എന്റെ കാര്യം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.